ഹലോ ഗൈസ്, കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ചാനൽ വീണ്ടും പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ജിയോ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ മറ്റ് സിമ്മുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ജിയോ ഉപഭോക്താക്കൾക്ക് ഒരു പുതിയ ഓഫറുമായിട്ടാണ് ഗൂഗിൾ കമ്പനി വന്നിരിക്കുന്നത്. ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ. ജെമിനി ആപ്പിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ലഭിക്കണമെങ്കിൽ ഒരു വർഷത്തേക്ക് 18,000 രൂപയോളം നമ്മൾ നൽകേണ്ടതുണ്ട്. ആ പ്ലാനാണ് ഇപ്പോൾ ഫ്രീ ആയിക്കൊണ്ട് ജിയോയുടെ 2 GB പെർ ഡേ പ്ലാൻ 1 മന്തിലേക്ക് കയറ്റുന്ന ആളുകൾക്ക് ജിയോ 5G അൺലിമിറ്റഡായി ലഭിക്കുന്നുണ്ട്. അതിനോടുകൂടെ തന്നെ ഈ AI പ്ലാൻ, അതായത് AI പ്രോ എന്ന ജെമിനിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 ഫീച്ചേഴ്സാണ് ഇതിലൂടെ കൂടുതലായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലൂടെ ആളുകൾക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും 2 TB സ്റ്റോറേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്ബുക്കെല്ലാം എന്ന ഗൂഗിളിൻ്റെ ലേണിംഗ് ആപ്പ്, നല്ല രീതിയിൽ AI ഉപയോഗിച്ച് പഠനം നടത്താൻ കഴിയുന്ന ഒരു ആപ്പാണ് നോട്ട്ബുക്കെല്ലാം. അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ആവും. കൂടാതെ മറ്റു ഗൂഗിളിൻ്റെ ആപ്പുകളിൽ AI ഒരു ടൂൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടൂളുകളും അവർ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഞാനിതിൽ ഓൾറെഡി ഒരു പ്ലാൻ ഉപഭോക്താവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഇതിൽ പ്ലാൻ കയറ്റാൻ കഴിയില്ല. ഇതിൽ ഗൂഗിൾ വണ്ണിൻ്റെ ഇൻ്റർഫേസിൽ ഞാൻ ഇതിൽ ഓൾറെഡി മെമ്പറാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ പോരായ്മകൾ നമുക്ക് നോക്കാം. ഇതുപോലുള്ള ഓഫറുകൾ പ്രധാനമായിട്ടും ടെലികോം ഉപഭോക്താക്കൾ വഴി നമ്മിലേക്ക് എത്തിക്കുന്നതിന് പ്രകാരം അവർക്ക് 1-1.5 വർഷത്തേക്കുള്ള ഈ ഒരു ഓഫർ വഴി ഈ 2 TB എന്നുള്ള ക്രൈറ്റീരിയ വെച്ചത് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, 15 GB കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് നമുക്ക് ആക്സസ് ആവേണ്ടതുണ്ട്. നമുക്ക് അത് ആവശ്യമാണ് നമുക്ക് തോന്നൽ വരും. 1.5 വർഷത്തിന് ശേഷം ഈ 15 GB എക്സ്ട്രാ ആയി വന്നിട്ടുള്ള ഡാറ്റാസ്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ഫോണിലേക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് അവർ അതിനുശേഷം ഒരു ടിൽ ഡേറ്റ് തരും. ആ ടിൽ ഡേറ്റിൽ ഉള്ളിൽ തന്നെ നമ്മൾ അത് നമ്മുടെ ഫോണിലേക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടും നമ്മൾ ഇതിൽ പണം കൊടുത്തുകൊണ്ട് വീണ്ടും വർഷങ്ങളോളം പണം കൊടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ത്വരയാണ് ഇതിലൂടെ അവർ നമ്മളിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ എന്ന് മാത്രമല്ല, ഗൂഗിൾ പോലുള്ള വലിയ വലിയ കമ്പനികളുടെ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഗൂഗിൾ വൺ എന്ന ആപ്പിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഗൂഗിൾ വൺ പ്രധാനമായിട്ടും ഗൂഗിളിൻ്റെ എല്ലാ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ, ഗൂഗിളിൻ്റെ മറ്റു സബ്സ്ക്രിപ്ഷൻ ഫീച്ചറുകൾ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, എല്ലാം തന്നെ എടുത്തു കാണിക്കുന്ന, അതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റും ഓറിയൻറ്റേഷനും എല്ലാം തന്നെ നമുക്ക് നടത്തുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ വൺ. ഈ ഗൂഗിൾ വണ്ണിൻ്റെ ആപ്പിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ജെമിനിയുടെ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ജെമിനിയുടെ ഞാൻ നിങ്ങൾക്ക് മുൻപ് സൂചിപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ ജെമിനി അതിൻ്റെ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരികയാണ്. ജെമിനിയുടെ വോയിസ് ഇൻട്രാക്ഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജെമിനി നിലവിൽ ഓപ്പൺ എഐയുടെ ChatGPT 5 മുന്തിയ രീതിയിൽ നാനോ ബനാന പ്രോയും ജെമിനി 3.1 പ്രോയും എന്നുള്ള പുതിയ LLM മോഡലുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ വൺ എന്ന ആപ്പിൽ അവർ തന്നിരിക്കുന്ന ഒരു പുതിയ ഫീച്ചർ നമുക്കിവിടെ നോക്കാം. ഇതിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ 2 TB വരെ അധികമായിട്ട് നമുക്ക് സ്റ്റോറേജ് ലഭിക്കുന്നുള്ളത്. ഈ 2 TB നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്, സാധാരണ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റി പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സ് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് അയച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഫോട്ടോസിൻ്റെ ആപ്പിലും അവർക്കത് ആക്സസ് ചെയ്തുകൊണ്ട് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ 2 TB നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ കയറ്റുന്ന പരമാവധി ഫോട്ടോസും വീഡിയോസും നമ്മുടെ കുടുംബത്തിലുള്ള മെമ്പേഴ്സിനും നമുക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവർക്കും ഇത് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ 15 GB വരെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഗൂഗിൾ എഐയുടെ മറ്റു ഫീച്ചേഴ്സും എല്ലാം തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. കൂടാതെ ഇതിൽ
ഗൂഗിളിൻ്റെ ഫ്ലോ പോലുള്ള വലിയ വലിയ ഫീച്ചേഴ്സുകൾ, അതായത് AI ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാകുന്ന ഫീച്ചേഴ്സുകളെല്ലാം തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.